Hello my dear students, welcome to our new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽജിബ്ര ആൻഡ് ഐഡന്റിറ്റിയിലെ ലാസ്റ്റ് സെറ്റ് എക്സസൈസ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു. അതായത് ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ ബൈനോമിയൽ ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വരുന്ന എക്സസൈസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്ലൈങ് ദി ബൈനോമിയൽസ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ബൈനോമിയൽസ് മൾട്ടിപ്ലിക്കേഷൻ. സോ രണ്ട് ബൈനോമിയൽസ് ഉണ്ട്, അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാ ചെയ്യുന്നതെന്ന്. സോ ഇവിടെ നോക്കുമ്പോൾ ബൈനോമിയൽസ്, ഫസ്റ്റ് ബൈനോമിയൽ is 2x plus 5. Then second binomial 4x minus 3. 4x minus 3. So these are the two binomials. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്? നമ്മുടെ ഫസ്റ്റ് ബൈനോമിയലിന്റെ ഫസ്റ്റ് ടേം സെക്കൻഡ് വരുന്ന ബൈനോമിയൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ഫസ്റ്റ് വരുന്ന ബൈനോമിയലിനെ സെക്കൻഡ് ടേം അടുത്ത ബൈനോമിയൽസുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം is 2x ആണ്. സോ 2x into second binomial, that is 4x minus 3, then plus 5 into 4x minus 3. So this is the മൾട്ടിപ്ലിക്കേഷൻ. ഇനി നെക്സ്റ്റ് എന്താണ്? ഈ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, ഏതൊരു എക്സ്പ്രഷനും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും ബ്രാക്കറ്റിൽ തന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയാറ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളൊരു മെത്തേഡാണ്. സോ ആ ബ്രാക്കറ്റ് ഓപ്പണിംഗ് എന്ന് പറയുന്നതിന്റെ മീനിങ് അവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ 2x, ഈ ബ്രാക്കറ്റിന്റെ മീനിങ് എന്താണ്? ഇൻടു മൾട്ടിപ്ലിക്കേഷൻ ആണ്. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബ്രാക്കറ്റ് യൂസ് ചെയ്യുന്നത്? അതൊരു ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ്. എന്തുകൊണ്ട് നമ്മളിങ്ങനെ മാത്സിൽ ഈ ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നു? എന്തുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ യൂസ് ചെയ്യുന്നില്ല? എന്താണ് നമ്മൾ എപ്പോഴും നമ്മുടെ ആൽജിബ്രിക് എക്സ്പ്രഷൻസിലൊക്കെ വാരിയബിൾസ് ആയിട്ട് എടുക്കുക. ഫസ്റ്റ് എക്സ് ദെൻ വൈ, അങ്ങനെയാണ് നമ്മൾ എടുക്കാറ്. മോസ്റ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് ഒക്കെ എക്സിലായിരിക്കും വാരിയബിൾ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ എക്സും മൾട്ടിപ്ലിക്കേഷൻ സിമ്പലും ഏകദേശം ഒരുപോലെയാണ് വരുന്നത്, അല്ലെ? ഏകദേശം അല്ല, എക്സ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനും. എങ്ങനെയാണ് നമ്മൾ എക്സ് എഴുതുന്നത്? എക്സ് നമ്മളിപ്പോൾ സ്മോൾ ലെറ്ററിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങനെ എഴുതും. രണ്ടും ഏകദേശം ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് ആ ഒരു കൺഫ്യൂഷൻ വരും. ആ കൺഫ്യൂഷൻ കുറയ്ക്കാനാണ്, അല്ലെങ്കിൽ ആ കൺഫ്യൂഷൻ ഇല്ലാതാക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ മൾട്ടിപ്ലിക്കേഷന് പകരം ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല, അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണോ എക്സ് ആണോ? കാരണം നമ്മൾ ആദ്യം മുതലേ പഠിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? അപ്പൊ നമുക്ക് ഈ എക്സും പെട്ടെന്ന് എക്സാമിനൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു ടെൻഷനും എല്ലാം കൂടെ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷന് ബ്രാക്കറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഈ ഒരു ബ്രാക്കറ്റിന്റെ മീനിങ് ശരിക്കും അവിടെ ഇൻടു എന്ന് പറയുന്ന സിമ്പിൾ ആണ്, ബട്ട് ആ ഒരു കൺഫ്യൂഷൻ വരും. നമുക്ക് എക്സും ആ ഇൻറ്റും കൂടെ വരുന്ന ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കുക. സോ അതിനാണ് നമ്മൾ മാത്സിൽ എക്സ്പ്രഷൻസിന് ബ്രാക്കറ്റ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2x into 4x. ഇനി വീണ്ടും നമ്മൾ വലുതായിട്ട് അങ്ങ് ഇൻടു എന്ന് പറഞ്ഞ് എഴുതണ്ട. നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമ്മളിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, അല്ലേ? 2x into 4x, 2 into 4 8, x into x x square. സോ അപ്പൊ നമുക്ക് വരുന്ന ആൻസർ 8x square. Then next 2 into minus 3. 2 into minus 3 is minus 6 ആണ്. ഓക്കെ, പോസിറ്റീവും നെഗറ്റീവും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ആണ് വരുന്നത്. സോ -6 എക്സ്, ഇവിടെ എക്സ് ഉണ്ട് കേട്ടോ. അപ്പൊ -6x. ദെൻ നെക്സ്റ്റ് പോയി കഴിഞ്ഞാൽ പ്ലസ് 5 into 4x. 5 into 4 is 20. ദെൻ അതിന്റെ കൂടെ എക്സ്, അപ്പൊ 20x. Then 5 into minus 3. 5 into 3 is 15. പ്ലസും മൈനസും കൂടെ ചെയ്യുമ്പോൾ അവിടെ അഗെയിൻ മൈനസ് ആണ് വരിക. അപ്പൊ -15. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമുക്ക് ലൈക്ക് ടേംസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇതിനൊന്നും കൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ലൈക്ക് ടേംസ് ഉണ്ടെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ പറ്റില്ല. അപ്പൊ ഇവിടെ ലൈക്ക് ടേംസ് വരുന്നുണ്ട്. 6x-ഉം 20x-ഉം രണ്ടിലും എക്സ് ആണ് വാരിയബിൾ വരുന്നത്. അപ്പൊ നമുക്ക് പോസിബിൾ ആണ്, അല്ലെ? ഇവിടെ നമ്മുടെ ഓപ്പറേഷൻ പോസിബിൾ ആണ്. അപ്പൊ 8x square -6 plus 20. -6 plus 20. What is the answer? -6 plus 20. Both are different signs. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് ഗ്രേറ്റർ നമ്പറിന്റെ സിമ്പിൾ ആയിരിക്കണം സൈൻ ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പൊ -6 plus 20 എന്ന് പറയുമ്പോൾ എത്രയാ വരിക?
14 ആണ് വരിക. 14ൽ ഇവിടെ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണ്? 20 ആണ്. 20യുടെ സൈന് പ്ലസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് വരും? പ്ലസ് 14x എന്ന് വരും, പിന്നെ മൈനസ് 15. സോ ഇനി ഇവിടെ സിംപ്ലിഫിക്കേഷൻ പോസിബിൾ ആണോ? നോ, ഓൾ ആർ അൺലൈക്ക് ടേംസ്. അപ്പൊ ഇനി പറ്റില്ല. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. സോ ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് 2x + 5 ആൻഡ് 4x - 3 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 8x² + 14x - 15 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയില്ല എങ്ങനെയാ ചെയ്യുന്നതെന്ന്? നോർമൽ മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണ്, പക്ഷെ നമ്മളിങ്ങനത്തെ സൈനിൻ്റെ കാര്യങ്ങളും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ വരുമ്പോഴുള്ള കേസ്, അതുപോലെ പോസിറ്റീവും നെഗറ്റീവും ഒരുമിച്ച് വരുമ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത്, അങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ ഈസിയാണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ലെങ്കിലാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നത്, നമ്മുടെ ക്വസ്റ്റ്യൻസ് ടഫായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് ഡെസിമൽ നമ്പേഴ്സ് ആണ്. നമ്മൾ മുന്നേ ചെയ്തപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ നാച്ചുറൽ നമ്പർ ഓർ കൗണ്ടിങ് നമ്പേഴ്സിലാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത് അല്ലേ, അല്ലെങ്കിൽ ഇൻറ്റീജേഴ്സ്, പോസിറ്റീവ് ഇൻറ്റീജർ, നെഗറ്റീവ് ഇൻറ്റീജേഴ്സിലാണ് ക്വസ്റ്റ്യൻ. പക്ഷേ ഇവിടെ ഡെസിമൽസ് ആണ്. ദാറ്റ് മീൻസ് നമ്മുടെ നമ്പേഴ്സിൻ്റെ കൂടെ ഒരു ഡെസിമൽ പോയിന്റ് വരും അല്ലേ, ദാറ്റ് ആർ കോൾഡ് ഡെസിമൽ നമ്പേഴ്സ്. അപ്പോൾ ഈ ഡെസിമൽ നമ്പേഴ്സിൽ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് നോക്കാം. അതായത് നമ്മുടെ കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്നത് ഡെസിമൽ നമ്പേഴ്സ് ആണ്. ചെയ്യുന്ന മെത്തേഡൊക്കെ എന്താണ്? സെയിം ആണ്. നമ്മൾ മുന്നേ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ, ബൈനോമിയൽ ആണ്. നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്സ് ആണ്. ബട്ട് ഇവിടെ എന്താ ഒരു ചേഞ്ച് വരുന്നത്? നമ്മുടെ കോഎഫിഷ്യൻസ് ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, അത് മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാ വരുന്നതെന്ന്. 2.5L - 0.5M then into 2.5L plus 0.5M. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? 2.5L ഇൻറ്റു അടുത്ത ബൈനോമിയൽ 2.5L plus 0.5M. ദെൻ ഇനി നെക്സ്റ്റ് എന്താണ്? -0.5M ഉണ്ട്. അപ്പോൾ അത് അടുത്തതായിട്ട് എഴുതി കൊടുക്കാം. -0.5M ദെൻ ബ്രാക്കറ്റിൽ 2.5L plus 0.5M നമ്മുടെ സെക്കൻഡ് ബൈനോമിയൽ ആണ്. സെക്കൻഡ് ആയിട്ട് എഴുതി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് 2.5L ഇൻറ്റു 2.5L പ്ലസ് അടുത്തത് 2.5L ഇൻറ്റു 0.5M ദെൻ മൈനസ് 0.5M ഇൻറ്റു 2.5L ദെൻ മൈനസും പ്ലസ്സും ആണ്. അപ്പോൾ അത് മൈനസ് ആയിട്ട് മാറും. മൈനസും പ്ലസ്സും വരുമ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ സൈനിൽ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് കേസിൽ അങ്ങനെ വരുന്നില്ല, കാരണം നെഗറ്റീവ് അല്ലല്ലോ. ബട്ട് സെക്കൻഡ് കേസിൽ ഇവിടെ മൈനസ് പ്ലസ് വരുമ്പോൾ അത് മൈനസ് ആയിട്ട് മാറും. 0.5M ഇൻറ്റു 0.5M ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഡെസിമൽസ് വരുന്നുള്ള ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ 2.5 എങ്ങനെ നമ്മൾ ഡെസിമൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുക? നമുക്ക് തന്ന ഡെസിമൽ നമ്പറിനെ ആദ്യം നമ്മൾ നോർമൽ നമ്പർ ആയിട്ട് അങ്ങ് വിചാരിച്ച് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എന്നിട്ട് ആൻസറിൽ നമ്മൾ ആ ഡെസിമൽ പോയിന്റ്സ് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ 2.5 എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് 25 and 25. 25 into 25 എത്രയാ? 625 ആണല്ലോ അല്ലേ. 25 into 25 625. അപ്പം 25ഉം 25ഉം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 625 കിട്ടും. എന്നിട്ട് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നോക്കാം, ആഫ്റ്റർ ഡെസിമൽ പോയിന്റ്സ് എത്ര ഡിജിറ്റ്സാണ് വരുന്നത്. ഇവിടെ ഒരു ഡിജിറ്റ്സ് വരുന്നുണ്ട് അല്ലേ. ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റ് ആൻഡ് ഇവിടെയും 1 ഡിജിറ്റ്. അപ്പോൾ ടോട്ടൽ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസറിൽ എന്തായിരിക്കണം? നമ്മൾ പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ 2 ഡിജിറ്റ്സ് വരണം. അപ്പോൾ നമ്മൾ എവിടെ കൊടുക്കണം? 6.25 കൊടുക്കണം. അപ്പോൾ 6.25 L ആണ്. L ഇൻറ്റു L, അപ്പോൾ L സ്ക്വയർ വരും. ഓക്കെ, L ഇൻറ്റു L സ്ക്വയർ. അപ്പോൾ ഡെസിമൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നോർമൽ ആ ഡെസിമൽ അങ്ങോട്ട് മാറ്റി നോർമൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ദെൻ ഫൈനലി ആൻസറിൽ നമ്മൾ ഡെസിമൽ പോയിന്റ്സ് കൊടുക്കുക. ടോട്ടൽ എത്ര ഡെസിമൽ പോയിന്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് കൊടുക്കണം. അതായത് ഡെസിമൽ പോയിന്റ്സ് കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് വരുന്നുണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം നമ്മുടെ ക്വസ്റ്റ്യനിൽ. അതുപോലെ തന്നെ എന്തായിരിക്കണം? ആൻസറിലും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ അത്ര ഡിജിറ്റ്സ് വരണം.
അതാണ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? 25ഉം ഇവിടെ 5ഉം ആണ് അല്ലെ. അപ്പൊ 25ഉം 5ഉം കൂടെ ഇൻറ്റു ചെയ്യാം. 5 into 5 25ന് 5, then 2 10ഉം 2ഉം 12 വരും. 125 ആ വരുന്നത്. അപ്പൊ ഇവിടെ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 1 ഡിജിറ്റ്, ദെൻ സെക്കൻഡിലും ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 1 ഡിജിറ്റ്. അപ്പൊ ടോട്ടൽ 2 ഡിജിറ്റ്. അപ്പൊ നമ്മുടെ ആൻസറിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞാൽ 2 ഡിജിറ്റ് വരണം. അപ്പൊ എവിടെ കൊടുക്കണം? 1.25 ആണ് വരിക അല്ലെ. 125നെ നമുക്ക് 1.25 ml എന്ന് എഴുതാം. m into l, ml. ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ് എന്താണ്? അഗെയിൻ 2.5 into 5. സെയിം നമ്മൾ ഓൾറെഡി ചെയ്തു. അപ്പൊ 1.25 ആണ് വരിക. അപ്പൊ -1.25 ml. ഇവിടെ നമുക്ക് എമ്മും എല്ലും ആണ് വന്നത്. ഓക്കെ, ഇനി ഫൈനലി വരുന്നത് 5 into 5 ആ. 0.5 into 0.5, 5 into 5 25. ദെൻ ഇവിടെ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റ്, അവിടെയും ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 1 ഡിജിറ്റ്. അപ്പൊ നമ്മുടെ ആൻസറിൽ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് 2 ഡിജിറ്റ്സ് വരണം. അപ്പൊ -0.25 m സ്ക്വയർ, m into m, m സ്ക്വയർ ഇങ്ങനെ വരും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ലൈക്ക് ടേംസ് ഉണ്ടോ നോക്കാം. ലൈക്ക് ടേംസ് വരുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ് ലൈക്ക് ടേംസ്? ഇതാ ഇതന്നെ നമ്മുടെ സെന്ററിൽ ലൈക്ക് ടേംസ് ആണ്. 1.25 - 1.25 എന്താണ്? സെയിം നമ്പേഴ്സ് മൈനസ് ചെയ്ത ആൻസർ ഇസ് 0. അപ്പൊ ഇവിടെ അങ്ങ് 0 ആയിപ്പോയി. അപ്പൊ ആ ടേം 0 ആണ്. ഓക്കെ, അപ്പൊ 0 into ml എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ആ ടേം അവിടെ നമുക്ക് 0 ആയിപ്പോയി. അപ്പൊ നമ്മൾ ഇനി ആ ഒരു ടേമിനെ നോക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് അവിടെ 0 ആയി പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ബാക്കി വരുന്ന ടേംസ് 6.25 l സ്ക്വയറും ദെൻ ഫൈനലി വരുന്ന -0.25 m സ്ക്വയറും മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇതിൽ ഇനി നമുക്ക് പറ്റില്ല ഓപ്പറേഷൻസ് ഒന്നും ചെയ്യാനായിട്ട്. വാട്ട് ഈസ് ദി റീസൺ? സോ ദിസ് ടു ആർ അൺലൈക്ക് ടേംസ്. നമുക്ക് ലൈക്ക് ടേംസിൽ മാത്രമേ അഡിഷൻ സബ്സ്ട്രാക്ഷൻ പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്സ് ക്ലിയർ ആണല്ലോ. ഡെസിമൽ നമ്പേഴ്സ് കോഎഫിഷ്യൻസ് ഡെസിമൽസ് ആയിട്ട് വന്നു എന്നുള്ളൊരു ഡിഫറൻസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെയാണ്. അപ്പൊ നമ്മൾ ഡെസിമൽ നമ്പേഴ്സ് കോഎഫിഷ്യൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഡെസിമൽസ് ഒന്നും മൈൻഡ് ചെയ്യേണ്ട. ഫസ്റ്റ് നിങ്ങൾ നോർമൽ നമ്പർ എങ്ങനെയാണോ അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാം. ബട്ട് ആൻസേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് എത്ര ഡിജിറ്റ്സ് ഉണ്ടോ എന്ന് കൗണ്ട് ചെയ്യുക. അത്രയും ടോട്ടൽ രണ്ടിലും കൂടെ എത്ര വരുന്നുണ്ടോ ആ ടോട്ടൽ നമുക്ക് ആൻസറിൽ വരണം. നമ്മുടെ ആൻസറിലും ആഫ്റ്റർ ഡെസിമൽ പോയിന്റ് അത് വന്നിരിക്കണം. സോ അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഇനി നമുക്ക് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ എഗെയിൻ ബൈനോമിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ അവിടെ സ്ക്വയേഴ്സ് വരുന്നുണ്ട്, അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഫസ്റ്റ് ടേമിനെ എടുക്കാം 2pq ഇൻറ്റു നമ്മുടെ സെക്കൻഡ് ബൈനോമിയൽ ദാറ്റ് ഈസ് 3pq മൈനസ് 2q സ്ക്വയർ. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇവിടെ പ്ലസ് 3q ആണ്, 3q സ്ക്വയർ ആണ്. സോ അത് ഇൻറ്റു 3pq മൈനസ് 2q സ്ക്വയർ. ഓക്കെ, നമ്മൾ നോർമലി ചെയ്ത അതേ മെത്തേഡ് തന്നെ, ഡിഫറൻസ് ഒന്നുമില്ല. സ്ക്വയർ വരുന്നു, അത് മാത്രമേ ഒരു ഡിഫറൻസ് ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് എഴുതാം, അതായത് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഈ ടേമും ഉള്ളിൽ വരുന്ന ടേംസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അത് ഇനിയും എക്സ്ട്രാ ഒരു സ്റ്റെപ്പായിട്ട് എഴുതണ്ട, ഇവിടെ നിന്ന് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. 2 into 3 എന്താണ്? 6 ആണ്. അപ്പൊ 6 കൊടുക്കുക. ഇനി p into p സ്ക്വയർ, ദെൻ q into q സ്ക്വയർ. കണ്ടോ, ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആൻസർ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് മൈനസ് ആണ്. 2 into 2 4 ആണ്. പിന്നെ p ഒറ്റൊരു p അല്ലേ വരുന്നുള്ളൂ, അപ്പൊ അത് അതുപോലെ എഴുതാം. ഇനി q into q സ്ക്വയർ എന്താവും? q ക്യൂബ് ആയിട്ട് മാറും. q into q സ്ക്വയർ q ക്യൂബ്. അത് നമ്മൾ എക്സ്പോണൻസ് ആഡ് ചെയ്യുന്നു, അപ്പൊ അത് 3 ആയിട്ട് മാറി. ഇനി പ്ലസ് 3 into 3 9, then q സ്ക്വയർ into q ക്യൂബ്, then p സിംഗിൾ അല്ലേ, അപ്പൊ അതുപോലെ സിംഗിൾ ആയിട്ട് അവിടെ കൊടുത്തു. ഇനി പ്ലസും മൈനസും മൈനസ് 3 into 2 6, q സ്ക്വയർ into q സ്ക്വയർ, എക്സ്പോണൻസ് ആഡ് ചെയ്യുക. 2 + 2 4, അപ്പൊ q raised to 4.
ക്യൂ റേസ് ടു 4 ആണ്. ഇനി നമുക്ക് ലൈക്ക് ടേംസ് ഉണ്ടോ നോക്കാം അല്ലേ. പി സ്ക്വയർ ക്യൂ സ്ക്വയർ ലൈക്ക് ടേംസ് വരുന്നില്ല. ഇനി അടുത്തത് പി ക്യൂ ക്യൂബ്. ഇവിടെ ഇതാ പി ക്യൂ ക്യൂബ്. സോ അത് രണ്ടും ലൈക്ക് ടേംസ് ആണ്. അപ്പം നമുക്ക് ഇവിടെ നമ്മുടെ അഡിഷൻ ചെയ്യാം. ദാറ്റ് ഇസ് -4 + 9. രണ്ടുപേരും ഡിഫറെൻറ്റ് സൈൻസാണ്. -4ഉം +9ഉം മൈനസ് ചെയ്യുക, ഗ്രേറ്റർ നമ്പറിൻ്റെ സൈൻ കൊടുക്കുക. ദാറ്റ് ഇസ് 9 - 4 5 ആണ്. ഗ്രേറ്റർ നമ്പർ 9, അതിൻ്റെ സിമ്പൽ പ്ലസ്. അപ്പം +5 എന്ന് വരും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 6p² q² plus 5p³ then -6q raised to 4. So this is the final answer. ഇതാണ് നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് ഈ രണ്ട് ബൈനോമിയൽസ് മൾട്ടിപ്ലൈ ചെയ്തപ്പം. ഓക്കെ, നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ഒക്കെ സെയിം ആണ്. ബട്ട് ഇവിടെ നോക്കേണ്ട കാര്യം നമുക്ക് വാരിയബിൾസിന് സ്ക്വയേഴ്സ് വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ബേസ് സെയിം ആണെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സ്പൊണൻസിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ q² q raised to 3 ആണെങ്കിൽ അത് q raised to 5 ആണ്. ഓക്കെ, 6 അല്ല, 3 + 2 5 ആണ്. നമ്മൾ എക്സ്പൊണൻസിന് ഒരിക്കലും മൾട്ടിപ്ലൈ ചെയ്യരുത്, ആഡ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ല എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത്. ഇത് നമ്മുടെ 3rd ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് നമ്മുടെ 4th ക്വസ്റ്റ്യൻ ചെയ്യാം. സോ ഈ ഒരു ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എക്സസൈസ് ആണ് ഇന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. ഇനി നമുക്ക് ഇതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ എന്താ ഡിഫറൻസ്? എഗെയിൻ നമുക്ക് വരുന്നത് എന്താണ്? ബൈനോമിയൽസ് ആണ്. ഇവിടെ 2 ബൈനോമിയൽസ് ഉണ്ട്. സോ അതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ബട്ട് കോഎഫിഷ്യൻസ് ഇവിടെ ഫ്രാക്ഷൻസ് വന്നിട്ടുണ്ട്. മുന്നേ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കോഎഫിഷ്യൻസ് ഡെസിമൽ നമ്പേഴ്സ് ആയിരുന്നു അല്ലെ. ഡെസിമൽസ് വന്നപ്പോൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ഫ്രാക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം നോക്കാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻസ് എഴുതാം. 3/4 a² + 3b² ഇൻറ്റു, ഓക്കെ ഇവിടെ ഒരു 4 ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ആ 4 വെച്ച് ഇൻറ്റു ചെയ്തിട്ട് എഴുതാം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് വന്നത്. അപ്പോൾ ഇവിടെ ഒരു 4 ഇൻറ്റു ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ഈ ടേമിന് ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമുക്ക് ആ 4 വെച്ച്, ഇവിടെ ഇൻറ്റു ആണ്, ബ്രാക്കറ്റിൻ്റെ മീനിങ് എന്താണ്? ഇൻറ്റു. അപ്പോൾ നമുക്ക് 4 വെച്ച് ഈ ഇൻസൈഡ് വരുന്ന ടേംസിനെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് നോർമലി ചെയ്യുന്ന ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പം 3/4 a² + 3b² then 4 × a², 4a², then minus 4 × 2/3. 4 × 2/3 എത്രയാണ്? ഇങ്ങനെയാ 4 × 2/3 ചെയ്യുക. 4 × 2/3 മൾട്ടിപ്ലിക്കേഷൻ ആ, സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആയിട്ട് ചെയ്താൽ മതി. 4 × 2 എത്രയാ? 8 ആണ്. അപ്പോൾ എന്ത് വരും ആൻസർ? 8/3 വരും. സോ ദിസ് ഇസ് ദി ആൻസർ. നമുക്ക് -8/3 b² എഴുതാം. ഓക്കെ, -8/3 b². അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ബൈനോമിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ബൈനോമിയൽ, സെക്കൻഡ് ബൈനോമിയൽ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നോർമലി ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം. 2 ബൈനോമിയൽസ് വന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് 3/4 a² എടുക്കും. അത് നമ്മൾ അടുത്ത ബൈനോമിയലിനെ എഴുതി കൊടുക്കും. ദാറ്റ് ഈസ് 4a² - 8/3 b². ദെൻ അടുത്തത് +3b², നമ്മുടെ ഫസ്റ്റ് ബൈനോമിയലിന്റെ സെക്കൻഡ് ടേം, +3b². ദെൻ ബ്രാക്കറ്റിൽ 4a² - 8/3 b². ഓക്കെ, ഇങ്ങനെ വന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതായത് ബ്രാക്കറ്റിന്റെ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ടേംസ് വരുമ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ലേ, അതുപോലെ ചെയ്തു കൊടുക്കാം. സോ ഇവിടെ ചെയ്യുമ്പം 3/4 a² ഇൻറ്റു 4a² മൈനസ് 3/4 a² ഇൻറ്റു 8/3 b². ഓക്കെ, ദെൻ ഇനി നെക്സ്റ്റ്
3b² ഇൻറ്റു 4a² പ്ലസും മൈനസും മൈനസ് 3b² ഇൻറ്റു 8/3b². ഇങ്ങനെ വന്നു. നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്തു, ഞാനിവിടെ ആ എക്സ്ട്രാ സ്റ്റെപ്പ് എഴുതി, കാരണം ഇവിടെ എന്താണ് നമുക്ക് ഫ്രാക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൺഫ്യൂഷൻ ആവണ്ട. നമ്മുടെ ഇൻസൈഡും ഔട്ട്സൈഡും വരുന്ന ടേംസിനെ നമ്മൾ ഈ ബ്രാക്കറ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക, അതായത് ഇങ്ങനെ ഓരോ ടേംസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് എഴുതിയത്. ഇവിടെ എന്താ വെച്ചാൽ നമുക്ക് ക്യാൻസലിംഗ് പോസിബിൾ ആണ്. അതായത് എങ്ങനെയാണ് ക്യാൻസലിംഗ് എന്ന് പറയുന്നത്, നമ്മുടെ ന്യൂമറേറ്റർ ആൻഡ് ദി ഡിനോമിനേറ്ററിൽ സെയിം ടേംസ് വരുമ്പോൾ നമുക്ക് അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ അത് 1 ആയിട്ട് മാറും അല്ലെ. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ സെയിം ടേംസ് വന്ന ആൻസർ 1 ആണ്. a/a ആൻസർ 1, b/b ആൻസർ 1. അതായത് നമ്മൾ ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ ആൻസർ 1 ആണ്. അപ്പോൾ 1 വെച്ച് നമ്മൾ വേറെ ഏത് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും ആ സെയിം നമ്പർ ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ അതേ മെത്തേഡാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ ഇതാ 4, ഇവിടെ ഒരു 4 വരുന്നത്. അപ്പോൾ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലാണ് വന്നത് അല്ലേ. ഈ 4 ന്യൂമറേറ്ററിലും ഇത് ഡിനോമിനേറ്ററിലും. അപ്പോൾ നമുക്ക് അവിടെ 4/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് വെക്കാം. ഓക്കെ, ദെൻ ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഇതാ ഡിനോമിനേറ്ററിൽ 3യും ന്യൂമറേറ്ററിലും 3 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം അല്ലേ. ഇനി 4ഉം 8ഉം നമുക്ക് എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്? 4ൽ 8 എത്ര ടൈംസാ? 4 × 2 അല്ലേ. അപ്പോൾ നമുക്ക് 4ൽ 4 1 ടൈം, ദെൻ 4ൽ 8 2 ടൈംസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത എന്താ, ഇവിടെ ഒന്നും ഫ്രാക്ഷൻസ് ഇല്ല. അതാ എഗെയിൻ വീണ്ടും ലാസ്റ്റ് നമുക്ക് വീണ്ടും ഫ്രാക്ഷൻസ് വന്നു. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ 3 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അങ്ങ് ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ നമ്മൾ ഇക്വേഷൻസ് സിംപ്ലിഫൈ ചെയ്ത് വന്നില്ലേ? യെസ്. അപ്പോൾ നമുക്ക് ബാക്കി വരുന്ന ബാലൻസ് ടേംസ് നോക്കാം. 3a² × a² 3a⁴ ആണ്. 2 + 2 4, അങ്ങനെയാണ് a⁴ വന്നത്. ഇനി മൈനസ്, ഇവിടെ ബാക്കി വരുന്നത് ഡിനോമിനേറ്റർ 1 ആയിപ്പോയി, ന്യൂമറേറ്ററിൽ ഒരു 2 മാത്രമേ ഉള്ളൂ. അപ്പോൾ 2a² b² പ്ലസ് ഇവിടെ 4 × 3 12 ആണ്. ദെൻ 12ഉം a² b². ദെൻ ലാസ്റ്റ് മൈനസ് 8 മാത്രമേ അവിടെ ബാലൻസ് ഉള്ളൂ. അപ്പോൾ 8 b⁻²ഉം 2ഉം കൂടെ ആഡ് ആണ് ചെയ്യേണ്ടത്. എക്സ്പോണൻസ് ആഡ് ചെയ്യുമ്പോൾ 4. ഓക്കെ, ഇനി നമുക്ക് ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് ഉണ്ടോ നോക്കാം. യെസ്, ഇവിടെ ലൈക്ക് ടേംസ് അൺലൈക്ക് ടേംസ് വരുന്നുണ്ട്. ഇതാ ഇത് രണ്ടും ലൈക്ക് ടേംസ് ആണ്. a² b² a² b². അപ്പോൾ ലൈക്ക് ടേംസ് ആണ്. നമുക്കത് സോൾവ് ചെയ്യാം. 3a⁴ then -2 + 12 both are different sign. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്ത് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ കൊടുക്കുക. അപ്പോൾ 12ന്ന് 2 മൈനസ് ചെയ്താൽ 10 ആണ്. ഇവിടെ ഗ്രേറ്റർ നമ്പർ 12 അല്ലേ, അതിന്റെ സൈന് പ്ലസ് ആണ്. അതുകൊണ്ട് എന്ത് വരും? +10 വരും. അപ്പോൾ +10 a² b². then finally -8 b⁻⁴. okay, so this is the final answer. ഓക്കെ, ഇവിടെ ഇത് a⁴ഉം b⁻⁴ഉം ലൈക്ക് അല്ല കേട്ടോ, അൺലൈക്ക് ടേംസ് ആണ്. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് നമ്പേഴ്സിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ആണ്. ഇവിടെ കോഎഫിഷ്യൻസ് ഫ്രാക്ഷൻസ് ആയിരുന്നു. നമ്മൾ മുന്നേ കോഎഫിഷ്യൻസ് നോർമൽ നമ്പേഴ്സിൽ ചെയ്തു, അതായത് നാച്ചുറൽ നമ്പേഴ്സിൽ ചെയ്തു. അതിനുശേഷം നമ്മൾ ഡെസിമലിൽ ചെയ്തു, ഇപ്പോൾ ഫ്രാക്ഷനിലും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കേണ്ടത്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആണല്ലോ. നമ്മൾ എക്സസൈസ് ആണ് ചെയ്തത്, അതായത് ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷനും ട്രൈനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ്റെയും സെഷനിൽ വരുന്ന എക്സസൈസ് ആണ്. പക്ഷേ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബൈനോമിയൽ മൾട്ടിപ്ലിക്കേഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി വരുന്ന ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക്